സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ശ്രീ ചന്ദ്രശേഖരനാണ്. സാധാരണക്കാരിൽ ഒരാളെ പോലെ ജീവിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ ചന്ദ്രശേഖരൻ. മന്ത്രിയായി അധികാരമേറ്റ ശേഷം ഇതാദ്യമായി ഒരു മാധ്യമത്തിന് അനുവദിക്കുന്ന അഭിമുഖമാണിത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ചന്ദ്രശേഖരൻ. നമസ്കാരം. ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വകുപ്പാണ് താങ്കളുടേത്, ഭൂമിയെ തൊട്ട് നിൽക്കുന്ന വകുപ്പ്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വിവാദങ്ങളുണ്ടാക്കിയ വകുപ്പും റവന്യൂ ആയിരുന്നു. ഇതൊരു വലിയ വെല്ലുവിളിയാണോ? എനിക്കതൊരു വലിയ വെല്ലുവിളിയായി തോന്നുന്നില്ല. ഈ വകുപ്പിൻ്റെ കുഴപ്പമായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. വകുപ്പ് തീർച്ചയായും ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടേണ്ടി വരുന്ന വകുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട്. എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ജാഗ്രതയോടുകൂടിയാണെങ്കിൽ, സത്യസന്ധമായിട്ടാണെങ്കിൽ, വളരെ വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടിയാണെങ്കിൽ അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാനിടയില്ല. അതുകൊണ്ട് വകുപ്പ് ഏറ്റവും നല്ല വകുപ്പാണ്, ഒരു കുഴപ്പവുമില്ല വകുപ്പല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റവന്യൂ വകുപ്പിലായിരുന്നു കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത്. അഴിമതി തടയാൻ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൽ എന്തെങ്കിലും ഒരു സംവിധാനം പുതുതായി ഏർപ്പെടുത്തും? അഴിമതി ഏറ്റക്കുറച്ചിലോടുകൂടി എല്ലാ വകുപ്പുകളിലും കാണും. തീർച്ചയായും റവന്യൂ വകുപ്പിലും അഴിമതി നടക്കുന്ന ചില കേന്ദ്രങ്ങളോ ചില ഓഫീസുകളോ ചില വ്യക്തികളോ ഒക്കെ നടത്തുന്നുണ്ടാവും. എന്നാൽ റവന്യൂ വകുപ്പ് മുഴുവൻ അഴിമതിയുടെ ഒരു കേന്ദ്രമാണ് എന്ന ഒരഭിപ്രായം എനിക്കില്ല. അതിൻ്റെ ഉയർന്ന തലങ്ങളിലൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഭൂമിയുമായി തൊട്ട് നിൽക്കുന്ന, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭൂമിയുമായി തൊട്ട് നിൽക്കുന്ന ഒരു വകുപ്പ് എന്ന രീതിയിൽ ഏറ്റവും അധികം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസ് സ്ഥലം തൊട്ടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളുടെ പ്രവർത്തനം. ആ വില്ലേജുകളിലെ പ്രവർത്തനം മെച്ചപ്പെട്ടതാവുകയും വില്ലേജിൽ നിന്ന് ജനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്താൽ ഇന്നുള്ള ധാരണയെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. വില്ലേജ് തലത്തിൽ ചില പ്രശ്നങ്ങളിലൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയോ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാണിക്കുകയോ അലംഭാവം കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്, ഇല്ലെന്ന് പറയല്ല. പക്ഷെ അത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനുവേണ്ടിയുള്ള നല്ല ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഉയർന്ന തലങ്ങളിൽ നിന്ന് കീഴോട്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ യഥാർത്ഥമായ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന നിലയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ അത് പരിഹരിക്കപ്പെടും. അപ്പോൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വില്ലേജ് തലത്തിൽ അല്പം കാണും, താലൂക്ക് തലത്തിൽ അല്പം കാണും, ജില്ലാ തലത്തിലും അപൂർവം ഉണ്ടാവും. എന്നാൽ അതിന് മുകളിൽ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലോ എത്തുമ്പോൾ അത് വളരെ വളരെ ചെറിയ തോതിലായി വരുന്നത് നമുക്ക് കാണാം. ഒരു തിരുത്തൽ നടപടിക്ക് തുടക്കം കുറിക്കും. തീർച്ചയായും അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമീപനം. റവന്യൂ വകുപ്പിൻ്റെ നിലപാട്, വ്യക്തിപരമായ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും അതുതന്നെ. പൊതുവെ ഈ കീഴേ തട്ടിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു ആളിന് വർഷങ്ങളായിട്ട് രേഖ കിട്ടാതെ വന്ന അവസാനം ഓഫീസ് കത്തിച്ച സംഭവം പോലും ഉണ്ടായി. ഇപ്പോൾ അങ്ങ് മന്ത്രിയായി വന്ന ശേഷം അതിലുണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കുകയും അദ്ദേഹത്തിന് ആ രേഖകൾ തിരിച്ച് കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാനും എന്താണ് സ്ട്രാറ്റജി? അത് താങ്കളിപ്പോൾ ഈ ഉദ്ദേശിച്ച കാര്യം എനിക്ക് തോന്നുന്നു വെള്ളറട സാംകുട്ടിയുടെ വിഷയമായിരിക്കും. സാംകുട്ടിയുടെ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. വളരെ മനുഷ്യത്വപരമായി എടുക്കേണ്ട ഒരു പ്രശ്നത്തെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാതെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. എന്നാൽ സാംകുട്ടി സ്വീകരിച്ച സാഹസികമായ നിലപാട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തെ സമാധാനപരമായ പ്രവർത്തനം തന്നെ തടസ്സപ്പെടുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ വർഷങ്ങളോളം ഒരാളിനെ വില്ലേജ് ഓഫീസിലേക്ക് നിരന്തരം പോകാൻ, താലൂക്ക് ഓഫീസിലേക്ക് നിരന്തരം പോകാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്നൊരു പ്രതികരണം എത്രമാത്രം മോശമാണ്, ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നതിൻ്റെ ഒരു ലക്ഷണമായി വേണമെങ്കിൽ അതിനെ കാണാം. എന്നാലും അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ ഫലമായി ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരമേൽക്കുന്നത്.
അധികാരത്തിൽ വന്ന ഉടനെ ഇത് സംബന്ധമായി വരുന്ന വാർത്തകളും മാധ്യമങ്ങളിൽ ഇത് വരുന്ന അത് ഏതാണ്ട് കഥയ്ക്ക് തുല്യമായി വന്ന എല്ലാ വിഷയങ്ങളും ശ്രദ്ധാപൂർവ്വം നോക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസുമായി തഹസിൽദാറുമായി അഡീഷണൽ തഹസിൽദാറുമായി അവരെയൊക്കെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അന്വേഷിച്ച നിരന്തരമായ ഇടപെടൽ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് മന്ത്രി ഓഫീസിൽ നിന്ന് നടന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് യാതൊരു തരത്തിലുള്ള ഒഴികഴിവ് കൊണ്ടും രക്ഷപ്പെടില്ല എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് രേഖ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി റവന്യൂ വിജിലൻസ് വിഭാഗത്തെ അങ്ങോട്ട് അയക്കുകയും സർവേ ഡയറക്ടറേറ്റിലെ വിജിലൻസ് വിഭാഗം ഉൾപ്പെടെയുള്ളവർ അത് ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകമായി അവിടെ പോവുകയും ഒക്കെ ചെയ്ത് പരിശോധന നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അവസാനമായി രേഖ കണ്ടെത്തിയ പട്ടയം കിട്ടിയിരിക്കുന്നു. അതിലൂടെ വ്യക്തമാകുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അലംഭാവമോ അശ്രദ്ധയോ അവിടെ നടന്നു എന്നാണ്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വില്ലേജ് തലത്തിലൊക്കെ ഒരുപാട് ജോലികൾ അവർക്കുണ്ട്. അവർക്കുള്ള ജോലി നിസ്സാരമല്ല. അവർ സാധാരണ വില്ലേജ് ഓഫീസ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 24 വിധം സർട്ടിഫിക്കറ്റുകൾ നൽകാനൊക്കെ ഉള്ള ഒരു വലിയ ബാധ്യത അവർക്കുണ്ട്. ഭാരിച്ച ചുമതലയാണ്. പലപ്പോഴും അതിനാവശ്യമായ സൗകര്യങ്ങളില്ലാത്ത വളരെ കുടുസായ ഓഫീസുകളും അല്ലെങ്കിൽ തീരെ സൗകര്യമില്ലാത്ത അവസ്ഥയുമുണ്ട്. ജീവനക്കാരും ചിലപ്പോഴൊക്കെ എല്ലാവരും ഇല്ലാത്ത അവസ്ഥയുമുണ്ട്. ഈ കുറവുകളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്, അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെയൊക്കെ മതി എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വില്ലേജ് ഓഫീസുകളിൽ ഉണ്ടെന്നതൊരു വസ്തുതയാണ്. അത് തിരുത്തിയേ മതിയാവും. അതിനാവശ്യമായ വിധത്തിലുള്ള ഇടപെടൽ നടത്തണം. അവിടുത്തെ കുറവുകളെ പരിഹരിക്കണം. അവിടെയാണ് ആളുകൾക്ക് അവരുടെ ആവശ്യം നിർവഹിക്കണമെങ്കിൽ ഇവരെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആളുകൾ അവിടെ നിരന്തരം പോകുമ്പോൾ വിഷമിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യ സമ്പാദനത്തിന് വേണ്ടി അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന അവസ്ഥയുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. എല്ലായിടങ്ങളിലും ഒരുപോലെയല്ല. വളരെ കൃത്യമായി നടക്കുന്ന ഓഫീസുകളും വളരെ ഒരു എന്താ പറയുക ന്യായമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. മഹാഭൂരിപക്ഷം അങ്ങനെയാണ്. എന്നാൽ ചുരുക്കം ചിലരെങ്കിലും ഇത്തരം ഒരു അവസരം ഉപയോഗിക്കുന്ന ആവശ്യക്കാരൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തൻ്റെ ഇഷ്ടം കൂടി നടക്കണം എന്ന രീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് വില്ലേജ് ഓഫീസുകളെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അത് പരിഹരിച്ചേ മതിയാവും. ഈ വിവിധ സർട്ടിഫിക്കറ്റുകൾ തേടി വരുന്നവർക്ക് അവരുടെ ഒരു അപേക്ഷ വാങ്ങിയിട്ട് ഒരു രസീത് പകരം കൊടുക്കുകയും ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് കൊടുക്കും എന്നുള്ളൊരു ആ രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ നോക്കൂ. അതിലിപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഓൺലൈൻ സിസ്റ്റം ഏർപ്പെടുത്തുകയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ സംവിധാനമുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാനമായ ഉദ്ദേശമുള്ള ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോൾ ഈ ഡിസ്ട്രിക്ട് എന്ന രീതിയിൽ ജില്ലകളുമായി പരസ്പരം എല്ലാ തരത്തിലും ഈ കാര്യങ്ങൾ അതിവേഗം നിർവഹിക്കുന്നതിനുള്ള സംവിധാനമുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ താലൂക്കുകൾ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ളതിനെ നമുക്ക് ക്രമമായി വളരെ പെട്ടെന്നല്ലെങ്കിലും ഈ സാധാരണഗതിയിൽ എളുപ്പത്തിൽ ആളുകൾക്ക് തടസ്സം വരാത്ത വിധം കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആലോചിക്കുക. അത് വരുന്ന മുറക്ക് കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, ഒരുപാട് മാറ്റമുണ്ടാകും, ഇതിലുള്ള അവസരങ്ങൾ കുറയും, കാശ് വാങ്ങാൻ ചോദിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ടാകും എന്നൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഈ 2012 നിർത്തിവെച്ച റീസർവേ ഈ സർക്കാർ വീണ്ടും ആരംഭിക്കുന്നതായി വാർത്തകളുണ്ട്. ഏത് രീതിയിലാണ് അത് വീണ്ടും തുടങ്ങുന്നത്? അതേസമയം ചില പത്രങ്ങളിൽ വന്ന വാർത്തകളിൽ വളരെ 27 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ നടന്നതെന്നൊക്കെയുള്ള വാർത്തകളുമുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ 27 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ പൂർത്തിയായതെന്നൊരു വാർത്ത ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലാണുള്ളത്. ഞാനും അത് വായിച്ചു. പക്ഷേ അതെവിടെ നിന്നാണ് ആ റിപ്പോർട്ട് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. റീസർവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സർവേ ഡയറക്ടറുമായി നടത്തിയ ദീർഘമായ ചർച്ചയിൽ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ റീസർവേയെക്കുറിച്ച് അത് എത്ര വില്ലേജുകൾ നടന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുമായി ഒരു പൊരുത്തവുമില്ലാത്ത വിധത്തിലുള്ള വാർത്തയാണ് ഇന്ന് വന്നത്. റീസർവേ നിർത്തിവെച്ച് 2012 ഒക്ടോബർ മാസത്തിലാണ്. അതൊരു ക്യാബിനറ്റ് തീരുമാനത്തെ തുടർന്ന് നിർത്തിവെച്ചതാണ്. അത് നിർത്തിവെച്ചെങ്കിലും സർവേയർമാരിൽ പലരും മറ്റ് വ്യത്യസ്തങ്ങളായ ജോലികളുമായി ബന്ധപ്പെട്ട അക്യൂസേഷൻ നടപടികൾ, വിവിധ സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഗവൺമെൻറ്റിന് ആവശ്യമായ ഭൂമി എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അവർ ഇപ്പോഴുമുണ്ട്. ഈ 2012 നിർത്തിവെച്ച് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്.
ആ 3 വർഷത്തിന് ശേഷം ഇപ്പോഴും അതിൻ്റെ ഒരു സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോൾ അത് പുനരാരംഭിക്കേണ്ടതാണ് എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചേ മതിയാവും. പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി വർഷങ്ങളെടുക്കുമെന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പരമാവധി കാലം ചുരുക്കിക്കൊണ്ട് എങ്ങനെ പരമാവധി സമയപരിധിക്കകത്ത് ഒതുക്കിക്കൊണ്ട് എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ 1664 വില്ലേജുകളാണുള്ളത്. അതെ. അതിൽ 881 വില്ലേജുകളിലെ റീസർവേ പൂർത്തിയായിരിക്കുകയാണ്. റീസർവേ പൂർത്തിയായിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അത്തരം പൂർത്തീകരിച്ച വില്ലേജുകളിലും ചില ആക്ഷേപങ്ങളും അവരുടേതായ പരാതികളുമുണ്ട്. പരാതി പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയും ചില തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നൊരു വസ്തുത. പക്ഷേ 881 വില്ലേജുകളിലെ റീസർവേ നടപടികൾ പൂർത്തിയായി. 783 ജില്ലയിലെ റീസർവേ നടപടികളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഈ 27 എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 2012 ഒക്ടോബർ 31 റീസർവേ നിർത്തിവെക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നപ്പോൾ റീസർവേ നടപടികൾ ആരംഭിച്ചിരുന്ന ചില വില്ലേജുകളുണ്ട്. അപ്പോൾ റീസർവേ സംസ്ഥാനത്ത് പൊതുവിൽ നിർത്തിവെക്കുകയും ആരംഭിച്ച വില്ലേജുകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവശേഷിച്ച് അന്ന് തുടങ്ങി വെച്ച അത് പൂർത്തീകരിച്ച 27 വില്ലേജ്. അതാണ് 27ൻ്റെ കണക്ക്. റീസർവേ നടപടികളെ തുടർന്ന് ചിലർക്ക് കൈവശമുള്ള ഭൂമി പോലും നഷ്ടപ്പെട്ട ചില കഥകളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ട് ഉള്ള നടപടികൾ. തീർച്ചയായും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ റീസർവേ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു കാരണവശാലും പൂർണ്ണമായി ആരുടെയും ഭൂമി നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മുടെ കൈവശമിരിക്കുന്ന ഭൂമിയുടെ അതിരുകളിൽ വ്യത്യാസം വന്നേക്കാം. അല്പസ്വല്പം അങ്ങും ഇങ്ങുമൊക്കെ മാറാം. നമ്മുടെ രേഖയിൽ കാണുന്ന ഭൂമിയിൽ 1, 2, 5 സെൻറ്റ് കുറവ് വരാം, കൂടുതൽ വരാം. സർക്കാർ ഭൂമി ചിലപ്പോൾ നമ്മുടെ കൈവശത്തിൽ കൂടുതലുണ്ടെങ്കിൽ അധികം വരാം. ഈ കുറവുകളൊക്കെ കാണും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പൂർണ്ണമായി ഒരാളുടെ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഒരിക്കലും ന്യായമല്ല. അത് തികഞ്ഞ അശ്രദ്ധയുടെ ഫലമായി. ഈ സർവേ നടപടികൾക്ക് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ വീട്ടിൽ ആളില്ലാത്ത ചില സാഹചര്യങ്ങളിൽ വഴി പോകുന്ന ആൾക്കാർ പറയുന്ന പേരുകൾ എഴുതി വയ്ക്കുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെയും ചില കാര്യങ്ങൾ ഞാനും കേൾക്കാനിടയായി. ഇപ്പോൾ റീസർവേ നടപടികളിലേക്ക് റീസർവേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരുന്നു. ഒരു വീട്ടിൽ ആളില്ല. അവർ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ നാട്ടിലില്ലാതിരിക്കുകയോ മറ്റെവിടെയെങ്കിലും ബന്ധുവീടുകളിൽ പോവുകയോ അടച്ചിട്ടിരിക്കുന്നൊരു വീടാണെങ്കിൽ റീസർവേ നടത്തുമ്പോൾ ഇതാരുടേതാണെന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ രേഖകൾ പരിശോധിച്ചാൽ നമ്മുടെ കയ്യിൽ രേഖയില്ലതാണ്. അതൊക്കെ വളരെ വ്യക്തമായി ഒരു കൈകാര്യം ചെയ്യാൻ വളരെ ശുഷ്കാന്തിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ജോലിയാണിത്. ആ ജോലി അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളൊക്കെ കൃത്യമായി കിട്ടും. എന്നാൽ വളരെ അശ്രദ്ധയോടുകൂടി ഇതാരുടേതാണെന്ന് വഴിയെ പോകുന്ന ആളുകളോടോ തൊട്ടയൽവക്കത്തുള്ളവരോടോ മറ്റുള്ളവരോടോ ചോദിച്ചാൽ ചിലപ്പോൾ അവർ നൽകുന്ന ഒരു മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉടമസ്ഥൻ്റെ പേര് രേഖപ്പെടുത്തുമ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ പഴയ ജന്മിയുടെ പേര് വന്നേക്കാം, മറ്റ് തൊട്ടടുത്ത ആളുകളുടെ പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെ പേര് വന്നേക്കാം. അങ്ങനെയൊക്കെ അശ്രദ്ധയോടെ വന്നു ചേരുന്ന ചില പാകപ്പിഴകൾ ഒഴിച്ചാൽ റീസർവേ നടപടികളുടെ ഭാഗമായി ഒരാളുടെയും ഭൂമി നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഈ സർവേ രേഖകളൊക്കെ ഇനി കമ്പ്യൂട്ടറൈസ് ചെയ്യൂ? തീർച്ചയായും. ഇപ്പോൾ അതിൻ്റെ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം പൂർത്തീകരിച്ചാൽ ഇതൊക്കെ തന്നെ ഇപ്പോൾ തന്നെ സ്കെച്ച് ഡിജിറ്റൽ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം പൂർത്തീകരിക്കാൻ പോവുകയാണ്. പൂർണ്ണമായും ഈ രേഖകൾ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ റീസർവേ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി സൂക്ഷിക്കാനുള്ള ഏർപ്പാട്. ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ അറിയാതെ കള്ളപ്രമാണം ചമച്ച് ഭൂമി തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസ് ഉൾപ്പെടെ പലതും. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യൂ? ഇത് സാധാരണഗതിയിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആരുടെയെങ്കിലും പേരുള്ള ഭൂമി അവരറിയാതെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രേഖകൾ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ തമ്മിൽ നടത്തുന്ന ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ ഉണ്ടാവണം. വളരെ പെട്ടെന്ന് വന്നു ചേരുന്നതല്ല. ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സഹായം അതിലില്ലേ എന്ന ആളുകൾ ആലോചിക്കും. സാധാരണ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി
ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, ഒരു ഭൂമി ഞാൻ നിങ്ങളുടെ പേരിലേക്ക് തരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ തരണമെങ്കിൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാർ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന രേഖ അനുസരിച്ചാണ് അവിടെ രജിസ്ട്രേഷന് പോകുന്നത്. ആ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അവരാകെ നോക്കുക ആ ഭൂമിയുടെ ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഫെയർ വാല്യൂവിന് അനുസരിച്ചുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടോ, അത്രയും സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ടുണ്ടോ, സർക്കാരിലേക്ക് വരേണ്ട പണം പൂർണ്ണമായ അളവിൽ വരുന്നുണ്ടോ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് വിൽപ്പന നടത്തുന്ന ഞാൻ വിൽക്കുമ്പോൾ വാങ്ങുന്ന നിങ്ങൾ ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള മുൻരേഖകൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം ചെയ്യേണ്ടത്. അതൊക്കെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഒരു തട്ടിപ്പ്, ഒരു സംഘം ബോധപൂർവം തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചാൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആളുകളെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ഭൂമി കള്ളപ്രമാണം ചമക്കുമ്പോൾ അവിടെ ഒപ്പിടുന്നത് പ്രത്യേകമായിരിക്കും, തെറ്റായ രീതിയിലായിരിക്കും, തെറ്റായ ആളായിരിക്കും, യഥാർത്ഥ അവകാശിയായിരിക്കില്ല. അതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ കണ്ടുപിടിക്കപ്പെടണമെങ്കിൽ അല്പം സമയം പിടിക്കും. ഏതെങ്കിലും ഒരു പരാതി ഉയർന്നു വരുമ്പോഴാണ് അറിയുക. ഇപ്പം നമുക്കതിന് ജാഗ്രതയോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ നടക്കും. അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൃത്യമാണോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. പിന്നെ അതിൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ അതിന് ശേഷം ഇപ്പോൾ ഫോട്ടോ വേണം, ഭൂമിയുടെ ഉടമസ്ഥൻ്റെ ഫോട്ടോ വേണം. പക്ഷേ യഥാർത്ഥ ഉടമസ്ഥൻ്റെ ഫോട്ടോ അല്ലാത്ത മറ്റൊരു ഫോട്ടോ പതിച്ചാലും യഥാർത്ഥ ഉടമസ്ഥൻ്റെ ഫോട്ടോ നേരത്തെയുള്ള രേഖയിലുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. നേരത്തെ ഫോട്ടോ പതിക്കാത്ത കാലത്തുള്ള രേഖയാണെങ്കിൽ പുതിയത് മനസ്സിലാവില്ല. അങ്ങനെ ചില വിഷയങ്ങൾ ഇപ്പോഴും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചലച്ചിത്രം പോലും കഴിഞ്ഞ കാലയളവിലുണ്ടായിരുന്നു, ഇവിടം സ്വർഗമാണെന്ന്. അതായത് ഭൂമി തട്ടിപ്പ് ഇതിനെ കുറിച്ചുള്ള. അതെ, അതാണ് പറയുന്നത്. അതേ, ഒരു തട്ടിപ്പ് സംഘം തീരുമാനിച്ചാൽ ഒരുപാട് പേരെ കരയിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വലിയ അഴിച്ചുപണി നടത്തിയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ വിവാദ ഉത്തരവുകളിൽ പലതും ഒപ്പുവെച്ച ബിശ്വാസ് മേത്തയെ റവന്യൂ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വൈകി. എന്താണ് കാരണം? ഇപ്പോൾ ഗവൺമെൻറ് വന്ന് 2 മാസമേ ആയിട്ടുള്ളൂ. ഗവൺമെൻറ് വന്ന് 2 മാസത്തിനിടയിൽ ബിശ്വാസ് മേത്ത ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ, അറിയാതെ അദ്ദേഹം ഒപ്പിടില്ലല്ലോ, അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് സബ് കമ്മിറ്റിയുടെ മുമ്പാകെ, മന്ത്രിസഭാ സബ് കമ്മിറ്റിയുടെ മുമ്പാകെ. പരിശോധന നടത്തി തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം പോകാൻ അല്പം താമസിച്ചു എന്നതുകൊണ്ട് ആ രേഖയൊന്നും അദ്ദേഹം കൊണ്ടുപോയിട്ടില്ല, അതിവിടെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം മാത്രമേ പോയിട്ടുള്ളൂ. ഫയലെല്ലാം ഇവിടെ ഉണ്ട്, ഫയലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കുന്നുണ്ട്, സബ് കമ്മിറ്റി പരിശോധിക്കുന്നു, അത് ഗവൺമെൻറ് ക്യാബിനറ്റിൻ്റെ മുമ്പാകെ വരും. തീർച്ചയായും അത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും കൊള്ളരുതായ്മകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, പാകപ്പിഴവുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഭാഗമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഈ ഹാരിസൺ കേസ് നന്നായി വാദിച്ച സുശീല ഭട്ടിനെ മാറ്റിയത് എന്താണ്? അവരൊന്നും കേസ് നന്നായി വാദിച്ചിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ സാധാരണഗതിയിൽ ഒരു വക്കീൽ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരാക്ഷേപവും ആരും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ ഗവൺമെൻറ്റുകൾ മാറി വരുന്നു. ഗവൺമെൻറ് മാറും. എന്തിനാണ് അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റുന്നത്? എന്തിനാണ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാർ മാറുന്നത്? അതെ, എന്തിനാണ് സീനിയർ ഗവൺമെൻറ് പ്ലീഡർമാർ മാറുന്നത്? എന്തിനാണ് പ്ലീഡർമാർ മാറുന്നത്? ഇതെല്ലാവർക്കും ബാധകമായൊരു പൊതു നിയമമാണ്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമാണത്. ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായി എടുക്കുന്ന ഒരു സ്വാഭാവിക നടപടിക്ക് അപ്പുറത്ത് ഒരു കാര്യവും അതിലില്ല. അത് വളരെ വ്യക്തമായി എന്നോട് നേരത്തെ തന്നെ ആരോ ചോദിച്ചപ്പോൾ ഞാൻ ഈ മറുപടി പറഞ്ഞില്ല. സുശീല ഭട്ടിനെ മാറ്റരുതെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കാണും, എനിക്കറിയില്ല. ഹാരിസണും CPI ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടൊന്നും അല്ല അതിൻ്റെ പിന്നിൽ. അങ്ങനെ ഒരു കൂട്ടുകെട്ടും CPIക്ക് ആവശ്യമില്ല. ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചും CPI ചിന്തിക്കുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വക്കീൽ വാദിച്ചാൽ മാത്രമേ ഒരു കേസ് ജയിക്കൂ എന്ന അവസ്ഥയും ശരിയല്ല. ഞങ്ങൾ പ്രാപ്തരായ വക്കീലന്മാരെ തന്നെ ഇത്തരം കേസുകൾ നടത്തുന്നതിന് വിളിച്ചു. സംസ്ഥാനത്ത് ഈ പുറമ്പോക്ക് ഭൂമികൾ കയ്യേറി അനധികൃത നിർമ്മാണം നടത്തുന്നത് വ്യാപകമാണ്. അക്കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ നിലപാട്? അനധികൃതമായ കയ്യേറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഈ 2 മാസത്തിനിടയിൽ തന്നെ എൻ്റെ മുമ്പിൽ എത്തിയിട്ടുള്ള പരാതികൾക്ക് കണക്കില്ല. നൂറുകണക്കായ ആളുകൾ കയ്യേറി കൈവശം വെച്ച് വീട് വെച്ച് കഴിയുന്ന സ്ഥലത്ത് ഭൂമി പതിച്ച് കിട്ടണമെന്ന് ആവശ്യമുണ്ട്.
ഭൂമി പതിവിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ ഭൂമി പതിച്ചു കൊടുക്കാൻ കഴിയൂ. എന്നാൽ അനധികൃതമായ കയ്യേറ്റത്തെ ഏത് സമയം അതാത് സന്ദർഭങ്ങളെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ്. ഒരു കയ്യേറ്റവും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഭൂമി കയ്യേറി കൈവശപ്പെടുത്തി അവരവിടെ കുടിൽ വെച്ച് താമസിക്കുന്നതിന് മുമ്പാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ കയ്യേറ്റത്തെ എന്താണ് ചെയ്യുക? കയ്യേറ്റത്തെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല. ഇപ്പോഴും കയ്യേറ്റം നടക്കുന്നു. ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം യോഗം ചേർന്ന ഉടനെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഞാൻ അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യം വിളിച്ചു ചേർത്ത റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. കയ്യേറ്റങ്ങൾ ഏത് കാലത്തുണ്ടായതും അംഗീകരിക്കാൻ കഴിയില്ല. കയ്യേറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ സാധ്യമല്ല. മെയ് മാസം 2016 മെയ് മാസം 25 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കയ്യേറ്റം ഉണ്ടാകരുത്. ആ കയ്യേറ്റത്തെ വെച്ചു പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല. അത്തരം കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മൂന്നാറിലെ റിസോർട്ട് മാഫിയകളുടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ധീരമായൊരു നടപടി തുടങ്ങി വെച്ചു. പക്ഷേ പിന്നീട് ഇടതുമുന്നണിയിലെ പാർട്ടികളുടെ തന്നെ എതിർപ്പ് കാരണം അത് പരാജയപ്പെടുകയായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും പുനർവിചിന്തനമുണ്ടോ മൂന്നാറിൻ്റെ കാര്യത്തിൽ? അല്ല, മൂന്നാറിൽ അന്നുണ്ടായ കാര്യത്തെക്കുറിച്ചുള്ള പരിശോധനയല്ല, ഇപ്പോൾ മൂന്നാറിൽ നിലനിൽക്കുന്ന സ്ഥിതിയെക്കുറിച്ചാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുക. പഴയ 2006 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തത് എന്ത് എന്ന് പരിശോധിച്ച് അതിൻ്റെ തുടർച്ച എന്ന നിലക്കല്ല. ഞാൻ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിലപാട് കയ്യേറ്റം അനുവദിക്കാത്ത ഒരു നിലപാടുമായി ഗവൺമെൻറ്. പുതിയ കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്നാണോ? കഴിഞ്ഞു പോയ കയ്യേറിയത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിലുണ്ടായ കയ്യേറ്റത്തിന് നിയമസാധുതയില്ല. ആ കയ്യേറ്റങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ മെയ് മാസം 25 ശേഷം കയ്യേറ്റം ഉണ്ടാകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അതുണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ തീർച്ചയായും ആ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടി. അതുപോലെ തന്നെ തോട്ടങ്ങളുടെയും മറ്റും പാട്ടക്കാലാവധി കഴിഞ്ഞിട്ട് പലരും കൈവശം വെച്ചിരിക്കുന്നു. ചിലർ പാട്ട കുടിശ്ശിക പോലും അടയ്ക്കാറില്ല. അത് മോണിറ്റർ ചെയ്യൂ. അത്തരം കാര്യത്തെക്കുറിച്ച് കോടതികളിൽ ഒരുപാട് കേസ് ഏൽക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകളുണ്ട്. കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ തോട്ടക്കാരും അതുപോലെ സർക്കാരും എല്ലാം കക്ഷി ചേർന്നിട്ടുണ്ട്. അത്തരം കേസുകളുടെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന മുറക്കല്ലാതെ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് തീരുമാനമാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഒട്ടും ശരിയായിരിക്കില്ലെന്നാണ് എൻ്റെ ധാരണ. സെക്രട്ടേറിയറ്റിൽ കാർ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് താങ്കളും മന്ത്രി EP ജയരാജനും തമ്മിൽ എന്തോ തർക്കമുണ്ടായെന്നൊക്കെ വാർത്തകളുണ്ട്. വല്ല കഴമ്പുണ്ടോ? ഒരു കാര്യവുമില്ല. എനിക്കതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതിലുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടത്, അവിടെ ഉള്ള വണ്ടി മാറ്റിവെക്കാൻ ഏതോ സെക്യൂരിറ്റി പറഞ്ഞെന്നും അങ്ങനെ മാറ്റിവെക്കേണ്ടതില്ലെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞെന്നുമാണ്. അത് സാധാരണഗതിയിൽ വെച്ച സ്ഥലത്ത് നിന്ന് മാറ്റിവെക്കണമെന്ന് ഡ്രൈവറോട് ആവശ്യപ്പെട്ടെന്നും അത് മന്ത്രി EP ജയരാജൻ്റെ ഡ്രൈവറുടെ ആവശ്യപ്രകാരമാണെന്നും വാർത്തയുണ്ട്. അതറിയില്ല, എനിക്കറിയില്ല. ആരാണ് ശരിക്കും മന്ത്രിസഭയിലെ രണ്ടാമൻ, താങ്കളാണോ EP ജയരാജനാണോ? അല്ല, അതൊക്കെ ഞാൻ പറയുന്നതിൽ ശരിയില്ല. അതൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കറിയാം, ഈ ഗവൺമെൻറ്റിനറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താങ്കൾക്കും അതറിയാം. പിന്നെ ഞാൻ എന്തിനാണ് അതിന്? CPIക്ക് പഴയ പോലെ ഒരു അഗ്രസീവ് സ്വഭാവം ഇപ്പോൾ ഇല്ല. പല കാര്യങ്ങളിലും മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാകപത്ര ഉടമ്പടി രജിസ്റ്റർ ചെയ്യുന്നതിന് സാധാരണക്കാരന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ആ തുക വർദ്ധിപ്പിച്ചതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇനിയും പരിഹരിച്ചിട്ടില്ല. ഐസ്ക്രീം പാർലർ കേസിൽ സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട്, MK ദാമോദരൻ്റെ വിഷയം, മാധ്യമങ്ങളും വക്കീലന്മാരും തമ്മിലുള്ള തർക്കം, ഈ കാര്യങ്ങളൊന്നും CPI പ്രകടമായിട്ട് യാതൊരു അഭിപ്രായം പ്രകടിപ്പിച്ച് കാണുന്നില്ല. എല്ലാ വിഷയങ്ങളിലും CPIക്ക് അഭിപ്രായമുണ്ട്. CPIക്കുള്ള അഭിപ്രായം CPI പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസാരിക്കേണ്ടവരുമായി സംസാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും മാധ്യമങ്ങളിലൂടെ ആയിരിക്കണം ഈ പ്രചരണങ്ങൾ എന്ന് പറയുന്ന ഒരു വാശിയോ നിർബന്ധമോ ഇല്ല. പിന്നെ മുമ്പത്തേതുപോലെ അഗ്രസീവല്ല എന്ന് പറയുന്നത്, അഗ്രസീവായൊരു നിലപാടല്ലല്ലോ ആവശ്യം ന്യായയുക്തമായിരിക്കണം, ശരിയായിരിക്കണം, സത്യസന്ധമായ നിലപാടായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള സമീപനവുമായി മുന്നോട്ട് പോകുന്നതിൽ CPIക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സുനിൽകുമാറും അല്ലാതെ മറ്റ് മന്ത്രിമാരുണ്ടെന്ന് അറിയാൻ കഴിയുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പത്രസമ്മേളനത്തിൽ PC ജോർജ് ആരോപിച്ചു. എന്ത് പറയുന്നു? PC ജോർജ് പലതും പറയും. PC ജോർജിനെ പോലെ ഒരാൾക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അല്ല, ഈ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങനെ വലിയ പബ്ലിസിറ്റി അല്ല വേണ്ടതെന്നാണ് താങ്കളുടെ ചിന്താഗതി? ഞാൻ ഈ പ്രചരണ സംവിധാനത്തിൻ്റെ പിറകെ പോകുന്നതിൽ വളരെ പിറകിലാണ്. അതിനുവേണ്ടി ശ്രമിക്കാറുമില്ല, പോകാറുമില്ല. പക്ഷേ പ്രചരണത്തിന് പോകുന്നൊരു കുറ്റമാണെന്ന അഭിപ്രായം എനിക്കില്ല. പ്രചരണം ആവശ്യമാണെങ്കിൽ മാധ്യമങ്ങൾ പ്രചരണത്തിന് വേണ്ടി നമ്മളെയൊക്കെ സമീപിക്കുകയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ
അങ്ങനെ ഒരു അഭിപ്രായം PC ജോർജ് പറഞ്ഞാൽ അത് PC ജോർജിൻ്റെ അഭിപ്രായമാണ്. പബ്ലിസിറ്റിയിൽ അഭിരമിക്കുന്ന ആളല്ല. അല്ല, എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നടപ്പാക്കാൻ പോകുമ്പോൾ വേണമെങ്കിൽ മാധ്യമങ്ങളോടോ പ്രചരണത്തിനോ വേണ്ടി പറയാമെന്നല്ലാതെ അതിന് ഓരോന്നിനെക്കുറിച്ചും പറയാനും വിശദീകരിക്കാനും ഞാൻ അധികം സമയം ചെലവഴിക്കാറില്ല. ഞാൻ ആ വഴിക്ക് പോകാറില്ല. ഈ ഭാഗപത്ര ഉടമ്പടിയിലെ രജിസ്ട്രേഷൻ തുക കുറയ്ക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഭാഗപത്രം ഉടമ്പടിയിൽ പ്രത്യേകിച്ച് ഈ കുടുംബ വസ്തുക്കൾ അങ്ങ് ഭാഗം വെക്കുന്നത് സംബന്ധിച്ചുള്ളതിലെ വിഷയങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും LDFിലെ ബന്ധപ്പെട്ട വകുപ്പോ LDFിലെ കക്ഷികളോ ഒക്കെ ആയി നടത്തുന്ന ചർച്ചകളിലൊക്കെ CPIയുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു. CPIക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. CPI ആ അഭിപ്രായം അവരുമായി പങ്കുവെച്ചിട്ടുള്ളതാണ്. താങ്കൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. പൊതുവേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ജാഥകൾ ആരംഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. പക്ഷേ യാതൊരുവിധ വികസന പ്രവർത്തനവും അവിടെ നടക്കാറില്ല. എന്തു പറയുന്നു? ഈ ജാഥകൾ ആരംഭിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല, ഈ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റം അതായതുകൊണ്ടാണ് അവിടെ നിന്ന്. ഇപ്പോൾ എല്ലാ ജാഥകളും മഹാഭൂരിപക്ഷം ജാഥകളും തെക്കേ അറ്റത്താണ് അവസാനിക്കുന്നത്. ചിലത് നമ്മുടെ തൃശ്ശൂർ സമാപിച്ചിട്ടുണ്ട്, ചിലത് എറണാകുളത്ത് സമാപിക്കാറുണ്ട്. പക്ഷെ തുടങ്ങുന്നത് ഏതാണ്ട് എല്ലാവരും വടക്കേ അറ്റത്തു നിന്നാണ്. അത് സംസ്ഥാനമാകെ കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുവേണ്ടി മാത്രമുള്ളതാണ് കാസർഗോഡ് ജില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ സാവധാനത്തിലാണെങ്കിലും ഒരുപാട് പുരോഗതി കൈവരിക്കാൻ ആ മേഖലയ്ക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ മറ്റു മേഖലകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കാസർഗോഡിൻ്റെ അവസ്ഥ ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ തെക്കൻ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതിന് ചരിത്രപരമായ കാരണങ്ങൾ ഒരുപാടുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. ഈ മേഖലയ്ക്ക് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാമൂഹ്യ ബന്ധങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരുവിതാംകൂറിനൊരു രാജഭരണത്തിൻ്റെ അവസ്ഥയുണ്ട്, അതിൻ്റെ ഒരു പ്രൗഢിയുണ്ട്. കൊച്ചി രാജ്യത്തിന് അതുണ്ടായിരുന്നു. മലബാർ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. മലബാർ ഉണ്ടായിരുന്ന നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലിരുന്ന വിവിധ പ്രസിഡൻസികളുടെ കീഴിലാണ്. മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു മലബാർ പൊതുവെ. എന്നാൽ മലബാറിലെ തന്നെ ഏറ്റവും വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ല ഇന്ന് ഉൾപ്പെടുന്ന ആ പ്രദേശം സൗത്ത് കനറയുടെ ഭാഗമാണ്. സൗത്ത് കനറ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഭരണ സംവിധാനത്തിന് കീഴിലിരുന്ന ഒരു ഭൂപ്രദേശം. അവിടെ ബോംബെ പ്രസിഡൻസിയുടെ കീഴിലാകുമ്പോൾ അതിൻ്റെ ഇങ്ങേത്തല, മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലാകുമ്പോൾ അതിൻ്റെ അങ്ങേത്തല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഭരണകേന്ദ്രങ്ങളുടെ അടുത്തല്ലാതിരുന്നത് കൊണ്ട് ആ മേഖലയിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് അപ്പോൾ പരിഹാരമുണ്ടാക്കാനോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കോ സാധ്യതയില്ലാതെ പോയത് ചരിത്രപരമായ കാരണങ്ങൾ. അപ്പോൾ മന്ത്രിയായ സ്ഥിതിക്ക് താങ്കൾ അതിന് മുൻകൈ എടുക്കും? തീർച്ചയായും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം മലബാർ മേഖലയുടെ വികസനം പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. ഇപ്പോൾ കാസർഗോട്ടെ എൻഡോസൾഫാൻ ഇരകളുടെ കാര്യത്തിലും ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമീപനം വരുന്നില്ല എന്ന് ആക്ഷേപമുണ്ട്. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ കടങ്ങളുടെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ഒഴിച്ചാൽ അതല്ല, എൻഡോസൾഫാൻ വിഷയത്തിൽ എൻഡോസൾഫാൻ അതിൻ്റെ യഥാർത്ഥ ചിത്രം നേരിൽ കണ്ട ആളാണ് ഞാൻ അവിടെ നിന്ന് വരികയാണ്. 10-11 പഞ്ചായത്തുകൾ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ഒന്ന് പറയാം മഹാമാരിയായിരുന്നു അത്. 11 പഞ്ചായത്തിലല്ല, ഏതാണ്ട് ആ ജില്ലയുടെ തന്നെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളെ അത് ബാധിച്ചിട്ടുള്ള, അതിൻ്റെ ഇരകളുള്ള, എൻഡോസൾഫൻ ഇരകളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്ത് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഒരുപാട് അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. 2006 മുതൽ 2011 വരെ ഉണ്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്താണ് യഥാർത്ഥത്തിൽ എൻഡോസൾഫൻ ഇരകളുടെ പ്രശ്നത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുകയും അതിനുവേണ്ടിയുള്ള സഹായ പദ്ധതികളുമായി മുന്നോട്ട് വരാനും തീരുമാനിച്ചത്. ഒരുപാട് കാര്യങ്ങൾ, 50,000 രൂപ അന്ന് വളരെ ചെറിയ സംഖ്യയായിരിക്കും, കൊടുത്തുകൊണ്ടാണ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള സമാശ്വാസ പദ്ധതി എന്ന രീതിയിൽ നടപ്പാക്കി. ചികിത്സാ സൗകര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അതിനുശേഷം വന്ന ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്, UDFിൻ്റെ ഗവൺമെൻറ് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തീർച്ചയായും അതിനുശേഷമുള്ള സംഭവങ്ങൾ കൂടി പരിഗണിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചുള്ള ചില പദ്ധതികൾ നടപ്പാക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. അതും പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയെന്ന് അവർക്കും അവകാശപ്പെടാൻ കഴിയില്ല. അതിനുശേഷം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വന്നിരിക്കുന്നു. ആ ഗവൺമെൻറ് അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് അന്ന് നൽകിയതും അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതുമായ സൗകര്യങ്ങൾ എങ്ങനെ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് ഈ ഗവൺമെൻറ് ആലോചിക്കുന്നത്. എൻഡോസൾഫൻ ഇരകളുടെ പ്രശ്നം പ്രത്യേകമായി പരിഗണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവരെ വൈകല്യം സംഭവിച്ചവർ,
ജീവിതാവസാനം വരെ ഇത് കഷ്ടപ്പാടുമായി കഴിയേണ്ടി വരുന്ന അവരുടെ എന്താ പറയുക, അവരെക്കുറിച്ച് പറയുമ്പോൾ സങ്കടം ദുഃഖം തോന്നുന്ന ഒരവസ്ഥയാണ്. അവരെ ഒരു പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. എങ്കിലും പരമാവധി സഹായം, സമാശ്വാസ പദ്ധതികൾ അതൊക്കെ നടപ്പാക്കാൻ LDF ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതിൽ പ്രത്യേകമായി ഗവൺമെൻറ് താല്പര്യമുണ്ടെന്ന് നേരത്തെ നിയമസഭക്കകത്തും മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു ഭൂരഹിതരില്ലാത്ത കേരളം. ഈ സർക്കാർ അത് തുടരുമോ? ഭൂരഹിതരില്ലാത്ത കേരളം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും ഭൂമിയുടെ ഉടമകളാവുന്നതാണ്. ആ അർത്ഥത്തിൽ അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ആ പദ്ധതി ആവശ്യമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ പദ്ധതി അവർ കൈകാര്യം ചെയ്ത് എത്തിച്ച അവസ്ഥ എന്തായാലും ഭംഗിയായില്ല എന്ന അഭിപ്രായമാണ്. ഒരുപാട് വീഴ്ചകളുണ്ട്. ആ കുറവുകൾ പരിഹരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിനിടയിൽ ചോദ്യമുണ്ടായി. ബഹുമാനായ നമ്മുടെ VD സതീശൻ MLA, അതുപോലെ നമ്മുടെ മുൻ റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ പ്രഗത്ഭമതികളായ ആളുകളാണ് ഈ വിഷയത്തിൽ അവിടെ ചോദ്യം ഉന്നയിച്ചതും ഉപചോദ്യങ്ങളുമായി സഭയിൽ ആ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. വാദപ്രതിവാദമെന്ന് ഞാൻ പറയുന്ന മറ്റൊന്നും കൊണ്ടുമല്ല, ചോദ്യത്തിന് ഉത്തരം മതി. പക്ഷേ ആ ഉത്തരത്തെക്കുറിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ അവിടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നു വിഷയം? അവിടെ ഇപ്പോൾ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ എത്ര പേർക്ക് ഭൂമി കൊടുത്തു എന്ന ചോദ്യം, ആ പദ്ധതി തുടരുമോ എന്ന വിഷയം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ചർച്ചാ വിഷയം. കൃത്യമായി അത് സംബന്ധമായ വിവരങ്ങൾ ഞാൻ സഭയിൽ വിശദീകരിക്കേണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 58,000 ചില്ലാനം പേർക്ക് പട്ടയം തയ്യാറാക്കി വെച്ചു ഗവൺമെൻറ്. 58,000 പേർക്ക്. 40,000 ചില്ലാനം പേർക്ക് എന്ന് പറഞ്ഞാൽ 40,000 സംതിങ് ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്തു. ഭൂമി ലഭിച്ചത് 29,000 പേർക്കാണ്. 29,000 പേർക്കാണ്. 58ൻ്റെ നേർ പകുതി. പലതും പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ ഈ 29,000 പേർക്ക് മാത്രം ഭൂമി കൊടുത്തതിൽ പലരും വാസയോഗ്യമായ ഭൂമിയല്ല എന്ന് പറഞ്ഞ ആക്ഷേപങ്ങളും പരാതികളുമായി വന്നിരിക്കുകയാണ്. അതിൽ പലതും ഉപയോഗശൂന്യമായ രീതിയിൽ റോഡുകളോ കല്ലുവെട്ട് കുഴികളോ ഒരിക്കലും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഭൂമിയാണെന്ന് വലിയ പരാതിയുണ്ട്. ഈ വസ്തുതകളൊക്കെ തന്നെ നിയമസഭാ വേദിയിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും UDF ഗവൺമെൻറ്റിൽ ഈ പദ്ധതി നടപ്പാക്കിയ ബഹുമാന്യരായ MLA-മാർക്ക്, അന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് ആ പദ്ധതിയുടെ കുഴപ്പമല്ല, പദ്ധതി നടപ്പാക്കിയതിലെ പാളിച്ച അതിലുണ്ട്. പാളിച്ചകൾ പരിഹരിച്ച് അതുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അന്ന് ആവശ്യമായ അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകൾ അപേക്ഷയിൽ അർഹരെ കണ്ടെത്തിയിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂമി ലഭിക്കേണ്ടത്, അത് ഭൂമി കണ്ടെത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായും ഈ ഗവൺമെൻറ് ഒരു തുടർച്ച എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വമായി നിൽക്കുകയാണ്. അതുപോലെയുള്ളവർ എപ്പോഴും ഇനിയും പരിഹരിക്കാത്ത ഒരു പ്രശ്നമാണ് ആദിവാസികൾക്ക് ഭൂമി നൽകുന്നത്. അതിൻ്റെ പേരിലുള്ള ഒരുപാട് തർക്കങ്ങളൊക്കെ തുടരുന്നുണ്ട്. അക്കാര്യത്തിൽ അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണോ? ആദിവാസികളുടെ ഭൂമി പ്രശ്നം വനാവകാശ നിയമത്തെ തുടർന്ന് പ്രത്യേകിച്ച് അവർക്ക് ഭൂമി നൽകണമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ ഭൂമിയുടെ ലഭ്യത ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതേസമയം ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണമെന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. തീർച്ചയായും അവർക്ക് ഭൂമി കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ഭൂമി കണ്ടെത്താനും ആ ഭൂമി വിതരണം ചെയ്യാനുമുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഗവൺമെൻറ് ആലോചിക്കുകയും ഗവൺമെൻറ് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതിലും പ്രശ്നമില്ല. പക്ഷേ ഭൂമി എത്രമാത്രം ഭൂമി ലഭ്യമാകുമെന്നതിൻ്റെ മുറക്കാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയും. തീർച്ചയായും മുഖ്യ പരിഗണന അർഹിക്കുന്നൊരു വിഷയമാണ് ആദിവാസികളുടെ ഭൂമി പ്രശ്നം. അതിൽ ഭൂമി കണ്ടെത്താനും ഭൂമി വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാഞ്ഞങ്ങാട്ട് നിന്ന് രണ്ടാമത്തെ തവണയാണ് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ പാർട്ടിയിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? താങ്കളുടെ വ്യക്തിപരമായ കുറേ കാര്യങ്ങളൂടെ പറഞ്ഞേക്കണം. ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് രണ്ടാമത്തെ തവണയാണ്. അത് 2011 ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പാർട്ടിയിലേക്ക് വരുന്നത് പരമ്പരാഗതമായി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പഴയ കാലത്തെ ചരിത്രം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാർ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും അതിൻ്റെ പ്രവർത്തനവും ഒക്കെ ആരംഭിക്കുന്ന കാലത്ത് 39 പിണറായി പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്നു. 42 എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ച വീട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ആ ഗ്രാമത്തിൽ പെരുമ്പള ഗ്രാമത്തിൽ പാർട്ടി കമ്മിറ്റി ഉണ്ടായി. വളരെ ചെറിയ കമ്മിറ്റി ആയിരിക്കും, ഇന്ന് പറയുന്ന പോലെ ആവില്ല. വിരലിലെണ്ണാവുന്ന 3, 4, 5 ആളുകൾ ചേർന്നൊരു പാർട്ടി കമ്മിറ്റി രൂപീകരിച്ചു. ആ പാർട്ടി കമ്മിറ്റിയുടെ ഒരു പ്രവർത്തന കേന്ദ്രം പോലും അന്ന് പിന്നീട് ഞാൻ ജനിച്ച ആ വീട്ടിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അമ്മാവനായിരുന്നു ആ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി.
പെരുമ്പള കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന, പിന്നീട് EK നായർ എന്ന് പറയും. അദ്ദേഹം പിന്നെ അധ്യാപകനായിരുന്നു, റിട്ടയർഡ് ഹെഡ് മാസ്റ്ററായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അമ്മാവനായിരുന്നു ആ പാർട്ടി ബ്രാഞ്ച്. സൗ നയനാർ, സൗ KPR, സൗ NC ശേഖർ, സൗ കേരളീയൻ, നമ്മുടെ ഭാരതീയൻ, വിഷ്ണു ഭാരതീയൻ, അങ്ങനെ തുടങ്ങിയ ആളുകൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെല്ലാം വരികയും പോവുകയും കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്ന ഒരു കേന്ദ്രമാണ് ഞാൻ ജനിച്ച വീട്. ഞാൻ പിന്നീടാണ് ജനിച്ചത്, അവരെല്ലാം നേതാക്കൾ. അപ്പോൾ ആ ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ അതിൻ്റെ പിന്തുടർച്ചക്കാരായി എൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് മരിച്ചുപോയത്. അദ്ദേഹം അധ്യാപകനായിരുന്നു. പഠിച്ചതൊക്കെ കുഞ്ഞമ്മ മാഷ് എന്ന് പറയുന്ന EK നായർ എന്ന അദ്ദേഹത്തെയും പറയും. താങ്കൾ പഠിച്ചതൊക്കെ? ഞാൻ അവിടെ തന്നെയാണ്, ചെമ്മനാട് ഗവൺമെൻറ് ഹൈസ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടു. അങ്ങനെ സ്വാഭാവികമായി ഞങ്ങളുമൊക്കെ വളർന്നു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും മുഖ്യ പ്രവർത്തകരായി വരികയാണ് ചെയ്തത്. ഞാൻ 1969-70 കാലത്താണ് പാർട്ടിയുമായി ബന്ധപ്പെടുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് അങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ, വിവിധ തലങ്ങളിൽ, അവിടുത്തെ കമ്മിറ്റിയിൽ, പിന്നെ പ്രാദേശികമായ കമ്മിറ്റിയിൽ, താലൂക്ക് കമ്മിറ്റിയിൽ, പിന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ല പിന്നീടാണ് കാസർഗോഡ് ജില്ലയായത്. ആ കമ്മിറ്റിയിലൊക്കെ വന്നതിന് ശേഷം പാർട്ടി സംസ്ഥാന കൗൺസിലടക്കം 1976 ഞാൻ സംസ്ഥാന കൗൺസിലിൽ അംഗമായി. അതിനെ തുടർന്ന് പാർട്ടി സ്റ്റേറ്റ് സെൻറ്ററുമായി വന്നു. വളരെ വളരെ പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ പലരും പങ്കെടുക്കുന്ന യോഗങ്ങളിൽ വരാനും ഇരിക്കാനും ഒക്കെ കഴിഞ്ഞ അവസരമുണ്ടായി എന്നതാണ് ഒരു വലിയ ഭാഗ്യം. MN-ഉം TV-യും അച്യുത മേനോനും ഒക്കെ ഇരിക്കുന്ന അന്നത്തെ കമ്മിറ്റിയിൽ ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു കാലത്ത് അവരൊക്കെ ഉള്ള കമ്മിറ്റിയിൽ തന്നെ ഒരു പ്രതിനിധിയായി ഇങ്ങനെ വരാനൊക്കെ അവസരം ലഭിച്ചു എന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഊർജത്തിൻ്റെ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു നന്മയുടെ ഭാഗം പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന നിലക്ക് മുമ്പോട്ട് പോവുകയാണ്. കുടുംബം എനിക്ക് എൻ്റെ അമ്മ ഈ അടുത്ത ഒരു 6-7 വർഷം മുമ്പാണ് അമ്മ മരിച്ചത്. അച്ഛൻ എനിക്കൊക്കെ വളരെ ചെറുപ്പത്തിലേ തന്നെ അച്ഛൻ മരിച്ചു. ഏതാണ്ട് 59-60 കാലത്ത് അച്ഛൻ മരിച്ചു. പിന്നീട് എൻ്റെ ജ്യേഷ്ഠനാണ് ഉണ്ടായത്. ജ്യേഷ്ഠനാണ് ഞങ്ങളെയൊക്കെ പരമാവധി സഹായിച്ചതും ഞങ്ങളെയൊക്കെ വിദ്യാഭ്യാസത്തിനും അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത്. ജ്യേഷ്ഠൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചു. മറ്റൊരു ജ്യേഷ്ഠൻ എനിക്കുണ്ട്. അദ്ദേഹം ബോംബെയിലൊക്കെ ആയിരുന്നു ഒരുപാട് കാലം. ഇപ്പോൾ വന്ന് നാട്ടിൽ തന്നെയുണ്ട്, വിശ്രമം, വീട്ടിൽ അവിടെ കഴിയാണ്. നാട്ടിൽ എൻ്റെ സഹോദരിയുടെ കൂടെയാണ് ഇപ്പോൾ അവിടെയാണുള്ളത്. പിന്നെ എനിക്ക് 2 സഹോദരിമാരുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യയും ഒരു മകളുമാണുള്ളത്. ഭാര്യ വേറെ സർക്കാർ ജോലിയൊന്നുമില്ല. അവർ ഗൃഹഭരണം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേകിച്ചുള്ള തൊഴിലൊന്നുമില്ല. മകളിവിടെ പഠിക്കുകയാണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യവട്ടം ക്യാമ്പസിലാണ് ഇപ്പോൾ ഉള്ളത്. മന്ത്രിയായിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട്? അതിനൊരു പ്രത്യേക ജീവിതമുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. തിരക്കാണ്. സാധാരണയുള്ളതുപോലെ നമ്മൾ പോവുകയായിരുന്നു. കുറച്ചുകൂടി സമയം കൂടുതൽ വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ മുതൽ ഇറങ്ങി പുറപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ ആയി പോകാറുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു വലിയ ഭാരമായി തോന്നിയിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് രാവിലെ മുതൽ രാത്രി വളരെ വൈകുന്നത് വരെ ഓഫീസും അതിൻ്റെ പ്രവർത്തനങ്ങളും പരാതികളും ഇതൊക്കെ കേട്ടും കണ്ടുമൊക്കെ പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ഭരണപരമായ കാര്യങ്ങളെന്ന് പറയുന്നത് കുറേ കൂടി ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ, വിവിധ നിലവാരങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ, വിവിധ നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് അത് പ്രത്യേകമുണ്ട്, റവന്യൂ വിഭാഗത്തിൻ്റെ ഉണ്ട്, ഹൗസിങ്ങിൻ്റെ ഒരു ചുമതലയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് യോഗങ്ങൾ ചേർന്നും അഭിപ്രായങ്ങൾ പറഞ്ഞും കേട്ടും പറഞ്ഞും പഠിച്ചും ഒക്കെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകും. റവന്യൂ വകുപ്പിൽ പുതിയ പരിഷ്കാരങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അല്ല, ഏത് പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെങ്കിലും നിലവിലുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത വന്നാൽ മാത്രമേ അതിൽ നടത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും. ചില വിഷയങ്ങളിൽ തീർച്ചയായും ആവശ്യമായി വരുന്ന ചില നിയമനിർമ്മാണത്തിലെ ചില ഭേദഗതികൾ ഉൾപ്പെടെയുള്ളത് ആവശ്യമായി വരുമെന്നാണ് തോന്നുന്നത്. അതൊക്കെ പരിശോധിച്ച് നടപ്പാക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വകുപ്പായി ഇതിനെ മാറ്റിയെടുക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്നെല്ലാം തീർച്ചയായും സന്തോഷം.